നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഒരു രീതിയിലും ചുവട് പിഴയ്ക്കാതെ കൃത്യമായി കരുക്കൾ നീക്കിയതിൻ്റെ വിജയം തന്നെയാണ് കോൺഗ്രസ് ഇന്ന് ആഘോഷിക്കുന്നത്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി മറ്റ് പാർട്ടികളുമായി രമ്യതയിലേക്ക് എത്തുകയും എല്ലാവരിലേക്കും കൃത്യമായി ഭരണവിരുദ്ധത അത് ഏതൊക്കെ തരത്തിൽ ക്യാമ്പയിനിങ്ങിൽ നടത്തണം എന്ന് വിശദമായ ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തു. ചരിത്രത്തിൽ ഏറ്റവും കുറച്ച് സീറ്റുകളിലാണ് കോൺഗ്രസ് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. 300-ൽ താഴെ ലോക്സഭാ സീറ്റുകൾ. പല മാധ്യമങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് വിചാരണ നടത്തി, കോൺഗ്രസിനെ കളിയാക്കി. പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്ന് അവർ മനസ്സിലാക്കിയില്ല. ഇന്ന് അവർ മനസ്സിലാക്കുന്നു. എക്സിറ്റ് പോൾ സർവേകൾ, മാധ്യമങ്ങൾ ഒരു പക്ഷം ചാഞ്ഞുകൊണ്ട് പരിപൂർണമായി BJP അനുകൂല രീതിയിലേക്ക് ട്രെൻഡ് കൃത്യമായി പറഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി, നിങ്ങൾ ജൂൺ 4 വരെ കാത്തിരിക്കൂ, ഈ മോദി ട്രെൻഡ് അല്ല നിങ്ങൾക്ക് കാണാൻ പോകുന്ന യഥാർത്ഥ ജനാധിപത്യ ട്രെൻഡ് എന്താണെന്ന് മനസ്സിലാകും എന്ന് പറഞ്ഞു. അതാണ് ഇന്ന് രാവിലെ 8 മണി മുതൽ സംഭവിച്ചത്. വോട്ടെണ്ണലിൻ്റെ 2 മണിക്കൂർ പിന്നിട്ടപ്പോൾ തന്നെ വ്യക്തമായും ഇന്ത്യ മുന്നണി NDA മറികടക്കുന്ന ഒരു കാഴ്ച വരെ കണ്ടു. നരേന്ദ്രമോദി വാരണാസിയിൽ ചരിത്രത്തിലാദ്യമായി പിന്നോക്കം പോകുന്നതും നമ്മൾ കണ്ടു. 8000-ലേറെ വോട്ടുകൾക്ക് അദ്ദേഹം പിന്നിലാകുന്ന കാഴ്ചയും കണ്ടു. ഏറ്റവും ഒടുവിൽ അദ്ദേഹം ജയിച്ചത് കേവലം 1,52,000 വോട്ടുകൾക്ക് മാത്രം. അതായത് അദ്ദേഹത്തിന് ലഭിച്ചത് 6,18,000 വോട്ടാണെങ്കിൽ തൊട്ടടുത്ത കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ അജയ് റായ്ക്ക് നേടിയത് 4,60,000 വോട്ടുകളായിരുന്നു. നരേന്ദ്രമോദിക്ക് ഇതിലും വലിയ തിരിച്ചടിയില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. മോദിയെ പ്രധാനമന്ത്രിയാക്കുന്നതിന് പകരം ശിവരാജ് സിംഗ് ചൗഹാനെയോ അല്ലെങ്കിൽ നിതിൻ ഗഡ്കരിയോ ആക്കണം എന്ന ആവശ്യവാദവുമായി RSS വന്നിരിക്കുന്നു. അതിശക്തമായി തന്നെ വന്നിരിക്കുന്നു. നരേന്ദ്രമോദിക്ക് ഇനി ഒരു ഊഴം നൽകേണ്ടതില്ല. 10 കൊല്ലം ഇദ്ദേഹം രാജ്യത്തെ സേവിച്ചു, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. BJPയിൽ ഒരു ഉടച്ചു വാർക്കൽ ആവശ്യമാണ്. BJPയിൽ മോദി വിരുദ്ധത അതിശക്തമായി. അതുകൊണ്ടാണ് UPയിൽ തന്നെ ഇത്രയധികം സീറ്റ് കുറഞ്ഞത്. ഇത്തരത്തിലുള്ള വാദഗതികൾ BJPയിൽ തന്നെ ശക്തമായി കഴിഞ്ഞിരിക്കുന്നു. സമാജ്വാദി പാർട്ടി ചരിത്രത്തിൽ ഇന്നേ വരെ കാണിക്കാത്ത മുന്നേറ്റമാണ് കാണിച്ചത്. 38 ലോക്സഭാ സീറ്റുകൾ അവർ നേടിയെടുത്തു. അതുമാത്രമല്ല, കോൺഗ്രസ് 7 ലോക്സഭാ സീറ്റുകൾ ഒപ്പം നിന്ന് നേടിയെടുത്തു. ചരിത്ര വിജയം എന്ന് തന്നെ പറയേണ്ടി വരും. എന്നാൽ BJPക്ക് രാജസ്ഥാനിലും വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. കർണാടകയിൽ പ്രതീക്ഷിച്ച മുന്നേറ്റം അവർക്ക് നടത്താൻ കഴിഞ്ഞില്ല. എന്നാൽ കോൺഗ്രസ് 1-ൽ നിന്നും 8-ലേക്ക് ഉയർത്തിയെടുത്തു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഹരിയാനയിൽ ഉണ്ടായ വിജയം അത് കോൺഗ്രസിനെ ചെറുതായിട്ടൊന്നുമല്ല ആഹ്ലാദിപ്പിക്കുന്നത്. കോൺഗ്രസ് അങ്ങനെ 100 സീറ്റിലേക്ക് എത്തുമ്പോൾ അതുമാത്രമല്ല, ഇന്ത്യ മുന്നണി കൃത്യമായി എടുത്ത തീരുമാനങ്ങളെല്ലാം ശരിവെക്കുന്നു. യഥാർത്ഥ കിങ് മേക്കർ ആകാൻ പോകുന്നത് ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും തന്നെയാണ് NDA ക്യാമ്പിൽ. അവർ പറയുന്നത് പോലെ NDAക്ക് ഇനി ചലിക്കേണ്ടി വരും. BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ട് അവരെന്ത് തീരുമാനിക്കുന്നു അതായിരിക്കും വേദവാക്യം. അവരാരെയാണ് BJPയിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ചൂണ്ടിക്കാട്ടുന്നത് അവരെ മാത്രമേ പാർലമെൻറ്റിൽ BJPയുടെ കക്ഷി നേതാവായി പോലും ഉയർത്താൻ കഴിയുകയുള്ളൂ. അതാണ് വാസ്തവം. ആ ഒരു രീതിയിലേക്ക് വന്നാൽ മോദിയെ നിതീഷ് കുമാർ തഴയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. മോദിക്ക് ഇനി ഒരു ഊഴം കിട്ടില്ല എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അമിത്ഷായോ ശിവരാജ് സിംഗ് ചൗഹാനോ അതിനുവേണ്ടി വാശിയേറിയ മത്സരം കാണിച്ചാൽ തീർച്ചയായും മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല. മോദിക്ക് പ്രധാനമന്ത്രി സ്ഥാനം കൊടുക്കാൻ ഏറ്റവും കൂടുതൽ വെമ്പൽ കാണിച്ച നേതാവ് രാജ്നാഥ് സിംഗ് ആയിരുന്നു. അദ്ദേഹത്തിന് പോലും ലക്നൌവിൽ ദയനീയമായി പിന്നിൽ പോകേണ്ട അവസ്ഥ വന്നു. അദ്ദേഹം ഒടുവിൽ വിജയിച്ചത് ചെറിയ ഭൂരിപക്ഷത്തിലാണ്. അതൊക്കെ കൊണ്ട് തന്നെ നരേന്ദ്രമോദിയുമായി ബന്ധപ്പെടുന്ന ആ കോക്കസ്, ആ ഒരു ടീം അതിന് വിജയിക്കാനോ അല്ലെങ്കിൽ അവരുടെ നേതൃത്വത്തിലുള്ള ഭരണം കാഴ്ചവെക്കാനോ കഴിയില്ല. മോദിക്ക് ഇഷ്ടാനുസരണ സഖ്യകക്ഷികൾക്ക് വകുപ്പ് വിഭജനം നടത്തുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ളതല്ലാതെ മറ്റൊന്നും ചെയ്യാനും കഴിയില്ല. അങ്ങനെ ഐക്യ ജനതാദളിനും അതുപോലെ തന്നെ TDPക്കും ആവശ്യാനുസരണ വകുപ്പുകൾ ചോദിച്ച് വാങ്ങിക്കാവുന്ന രാഷ്ട്രീയ നിമിഷത്തിലേക്ക് കടക്കുകയാണ്. ഒരുപക്ഷെ BJPയിൽ പിളർപ്പുണ്ടാകുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. നമുക്കറിയാം, മഹാരാഷ്ട്രയിൽ കാണിച്ച BJPയുടെ രാഷ്ട്രീയ തന്ത്രം. അവിടെ ശിവസേനയെയും അതുപോലെ തന്നെ NCPയെയും പിളർത്തി. എന്നിട്ട് വിജയിക്കാം എന്ന് വിചാരിച്ചു. യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിന് കൂടുതൽ നേട്ടമാണ് മഹാരാഷ്ട്രയിൽ നിന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞത്. 12 ലോക്സഭാ സീറ്റുകൾ അവർ നേടിയെടുത്തു. ശിവസേനയുടെ ഉദ്ധവ് വിഭാഗത്തിന് 9 സീറ്റുകൾ ലഭിച്ചു. ശരത് പവാർ വിഭാഗത്തിന് 7 സീറ്റുകൾ. ഇത്തരത്തിൽ അവിടെയും മഹാവികാസ് അഘാടി സഖ്യത്തിന് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞു.
തീർന്നില്ല. ഇതുപോലെ തന്നെ ബംഗാളിൽ BJP മുന്നേറുമെന്ന് പ്രവചിച്ചു. പക്ഷേ തൃണമൂൽ കോൺഗ്രസ് സമയത്ത് വലിയ മുന്നേറ്റം നടത്തി. അവർ ഇന്ത്യ മുന്നണിക്കൊപ്പം അണിനിരക്കുകയാണ് എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ വലിയ മുന്നേറ്റം നടത്തും എന്ന് പ്രതീക്ഷിച്ചിടത്തൊക്കെ തിരിച്ചടി കിട്ടി. ആകെയുള്ള മിച്ചം എന്നത് ഒഡീസ സംസ്ഥാനം പിടിച്ചെടുത്തു. അവിടെ ലോക്സഭയിൽ വലിയ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അവിടെ 21-ൽ 19 എണ്ണം നേടിയതാണ് ഒരുപക്ഷെ ടാലി മറ്റൊരു വിധത്തിലേക്ക് വർദ്ധിപ്പിക്കാൻ കാരണമായത് എന്ന് പറയാൻ കഴിയും. കോൺഗ്രസ് ഇവിടെ മുന്നോട്ട് വയ്ക്കുന്ന ആശയം വളരെ ലളിതമാണ്. ഞങ്ങൾക്ക് അധികാരമല്ല ആവശ്യം, BJPയെ താഴെ ഇറക്കുക എന്നുള്ളതാണ്. അതിനെന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ് എന്നുള്ള ഒരു നിലപാടാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും ശക്തമായ നിലപാട്. അതാണ് BJPയെ ഏറ്റവും കൂടുതൽ അപകടത്തിലാക്കാൻ പോകുന്നത് എന്നതിൽ ഒരു സംശയവും വേണ്ട.